ഓം ശാന്തി. 15, 12, 20. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ ദേഹസഹിതം ദേഹത്തിൻ്റെ സർവബന്ധങ്ങളും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ, പാവനമാകൂ. ചോദ്യം: ആത്മാവുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു മഹീന കാര്യം മഹീന ബുദ്ധിയുള്ളവർക്ക് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ഉത്തരം: ആത്മാവിൽ സൂചിയിൽ എന്ന പോലെ പതുക്കെ പതുക്കെ തുരുമ്പ് കയറിയിരിക്കുന്നു. അത് ഓർമ്മയിലിരിക്കുന്നതിലൂടെയാണ് മാറുന്നത്. എപ്പോഴാണോ തുരുമ്പ് മാറുന്നത്, അതായത് ആത്മാവ് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുന്നത്, അപ്പോൾ ബാബയുടെ ആകർഷണമുണ്ടാകും. അവർക്ക് ബാബയോടൊപ്പം തിരിച്ചു പോകുവാൻ സാധിക്കും. എത്രത്തോളം തുരുമ്പ് മാറുന്നുവോ അത്രത്തോളം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കും. ഈ കാര്യങ്ങൾ വളരെ മഹീനമാണ്, അതായത് സൂക്ഷ്മമാണ്. അത് സ്ഥൂല ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഓം ശാന്തി. ഭഗവാൻ ഉവാച: ഇപ്പോൾ ബുദ്ധിയിൽ ആരാണ് വന്നിരിക്കുന്നത്? ഏതൊരു ഗീതാ പാഠശാലകളും മറ്റുമുണ്ടോ, അവർക്ക് ഭഗവാൻ ഉവാച എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ തന്നെയാണ് ബുദ്ധിയിൽ വരുന്നത്. ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് ഉയർന്നതിലും ഉയർന്ന ബാബയെ ഓർമ്മ വരുന്നു. ഈ സമയം ഇത് സംഗമയുഗമാണ്, പുരുഷോത്തമമാകുന്നതിനുള്ള സംഗമയുഗം. ബാബ കുട്ടികൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ സർവ സംബന്ധവും സമാപ്തമാക്കി സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അത് ഈ സംഗമയുഗത്തിൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാവ് തന്നെയാണ് പതീതമായിരിക്കുന്നത്. പിന്നെ ആത്മാവിന് പാവനമായി വീട്ടിലേക്ക് പോകണം. പതീത പാവനനെ ഓർമ്മിച്ചു വന്നു, പക്ഷെ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഭാരതവാസികൾ തികച്ചും ഘോര അന്ധകാരത്തിലാണ്. ഭക്തിയാണ് രാത്രി, ജ്ഞാനമാണ് പകൽ. രാത്രിയിൽ അന്ധകാരവും പകൽ പ്രകാശവും ഉണ്ടായിരിക്കുന്നു. പകലാണ് സത്യയുഗം, രാത്രിയാണ് കലിയുഗം. ഇപ്പോൾ നിങ്ങൾ കലിയുഗത്തിലാണ്. സത്യയുഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. പാവന ലോകത്തിൽ പതീതം എന്നതിൻ്റെ ചോദ്യമേ ഇല്ല. എപ്പോഴാണോ പതീതമാകുന്നത്, അപ്പോൾ പാവനമാകുന്നതിൻ്റെ ചോദ്യം ഉയരുന്നു. എപ്പോൾ പാവനമായിരിക്കുന്നു, അപ്പോൾ പതീത ലോകത്തിൻ്റെ ഓർമ്മയുമില്ല. ഇപ്പോൾ പതീത ലോകമാണ്, അതിനാൽ പാവന ലോകത്തിൻ്റെ ഓർമ്മയുണ്ടാകുന്നു. പതീത ലോകം അവസാനമുള്ള ഒരു ഭാഗമാണ്. പാവന ലോകം ആദ്യത്തെ ഭാഗമാണ്. അവിടെ പതീതർ ആരും തന്നെ ഉണ്ടാവുക സാധ്യമല്ല. പാവനമായിരുന്നവർ പിന്നെ പതീതമായിരിക്കുന്നു. 84 ജന്മങ്ങളും അവരുടേതാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇത് മനസ്സിലാക്കേണ്ട വളരെ ഗുഹ്യമായ കാര്യങ്ങളാണ്. പകുതി കൽപ്പം ഭക്തി ചെയ്തു, അത് ഇത്രയും വേഗത്തിൽ വിട്ടുപോവുക സാധ്യമല്ല. മനുഷ്യൻ തികച്ചും ഘോര അന്ധകാരത്തിലാണ്. കോടിയിൽ ചിലർ തന്നെയാണ് വരുന്നത്. ആരുടെയെങ്കിലും ബുദ്ധിയിൽ ഇരിക്കുക പ്രയാസമാണ്. മുഖ്യമായ കാര്യം ബാബ പറയുന്നു, ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ. ആത്മാവ് തന്നെയാണ് പതീതമായിരിക്കുന്നത്. അതിനെ പവിത്രമാക്കേണ്ടതുണ്ട്. ഈ അറിവും ബാബ തന്നെയാണ് നൽകുന്നത്. കാരണം ഈ ബാബ പ്രിൻസിപ്പളും സ്വർണ്ണ പണിക്കാരനും ഡോക്ടറും വക്കീലും എല്ലാമാണ്. ഈ പേര് അവിടെ ഉണ്ടായിരിക്കുന്നില്ല, അവിടെ ഈ പഠനവും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെ പഠിക്കുന്നു ജോലി ചെയ്യുന്നതിന് വേണ്ടി. മുൻപ്
സ്ത്രീകൾ ഇത്രയും പഠിക്കുമായിരുന്നില്ല. ഇവരെല്ലാം പിന്നീടാണ് പഠിച്ചത്. പതി മരിച്ചു പോയി എങ്കിൽ ആര് സംരക്ഷിക്കും? അതിനാൽ സ്ത്രീകളും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിലാണെങ്കിൽ ചിന്തിക്കേണ്ടി വരും വിധത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ മനുഷ്യർ അങ്ങനെയുള്ള സമയത്തേക്ക് വേണ്ടി ധനവും മറ്റും സ്വരൂപിക്കുന്നു. അവിടെയാണെങ്കിൽ വ്യാകുലപ്പെടേണ്ടി വരും വിധത്തിലുള്ള ഇങ്ങനെയുള്ള ചിന്തകളേ ഇല്ല. ബാബ കുട്ടികളായ നിങ്ങളെ എത്ര ധനികരായി മാറ്റുന്നു. സ്വർഗത്തിൽ വളരെയധികം ഖജനാവുണ്ടായിരിക്കുന്നു. വജ്രവൈഡൂര്യങ്ങളുടെ ഖനികളെല്ലാം നിറയുന്നു. ഇവിടെ തരിശു ഭൂമിയാകുന്നു. അപ്പോൾ ആ ശക്തി ഉണ്ടായിരിക്കുന്നില്ല. അവിടെയുള്ള പൂക്കളും ഇവിടെയുള്ള പൂക്കളും തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ഇവിടെയാണെങ്കിൽ എല്ലാ വസ്തുക്കളിൽ നിന്നും ശക്തിയെ പോയിരിക്കുകയാണ്. എത്ര തന്നെ അമേരിക്കയിൽ നിന്നോ മറ്റോ വിത്ത് കൊണ്ടുവന്നാലും ശക്തി പോകുന്നു. ഭൂമിയെ അങ്ങനെയുള്ളതാണ്. അതിൽ കൂടുതൽ പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. അവിടെയാണെങ്കിൽ ഓരോ വസ്തുവും സദോ പ്രധാനമായിരിക്കും. പ്രകൃതിയും സദോ പ്രധാനമാണ്. അപ്പോൾ എല്ലാം സദോ പ്രധാനമായിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ എല്ലാ വസ്തുക്കളും തമോ പ്രധാനമാണ്. ഒരു വസ്തുവിലും ശക്തി അവശേഷിക്കുന്നില്ല. ഈ വ്യത്യാസവും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സദോ പ്രധാന വസ്തുക്കൾ കാണുന്നു എങ്കിൽ അത് ധ്യാനത്തിൽ തന്നെയാണ് കാണുന്നത്. അവിടെയുള്ള പുഷ്പങ്ങളും മറ്റും എത്ര നല്ലതായിരിക്കുന്നു. അവിടെയുള്ള ധാന്യങ്ങളും മറ്റുമെല്ലാം നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. ബുദ്ധിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെയുള്ള ഓരോ വസ്തുവിലും എത്ര ശക്തിയാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയ ലോകം ആരുടെയും ബുദ്ധിയിൽ വരുന്നതേയില്ല. ഈ പഴയ ലോകത്തിൻ്റെതാണെങ്കിൽ കാര്യം ചോദിക്കുകയേ വേണ്ട. വളരെ വിസ്താരത്തിലുള്ള കെട്ടുകഥകൾ ചമയ്ക്കുന്നു. അപ്പോൾ മനുഷ്യർ തികച്ചും അന്ധകാരത്തിൽ ഉറങ്ങിപ്പോയിരിക്കുന്നു. ബാക്കി കുറച്ച് സമയമേ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളെ ചിലർ പരിഹസിക്കുകയും ചെയ്യുന്നു. ആരാണോ സ്വയം ബ്രാഹ്മണനാണ് എന്ന് മനസ്സിലാക്കുന്നത് അവരാണ് റിയാലിറ്റി മനസ്സിലാക്കുന്നത്. ഇത് പുതിയ ഭാഷയാണ്, ആത്മീയ പഠനമാണല്ലോ. സ്പിരിച്വൽ ഫാദർ ഏതുവരെ വരുന്നില്ല അതുവരെ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. സ്പിരിച്വൽ ഫാദറിനെ നിങ്ങൾ കുട്ടികൾ അറിയുന്നു. അവർ പോയി യോഗവും മറ്റും പഠിപ്പിക്കുന്നു. പക്ഷേ അവരെ പഠിപ്പിച്ചത് ആരാണ്? സ്പിരിച്വൽ ഫാദറാണ് പഠിപ്പിച്ചത് എന്ന് പറയുകയില്ല. ബാബയാണെങ്കിൽ പഠിപ്പിക്കുന്നത് തന്നെ ആത്മീയ കുട്ടികളെയാണ്. സംഗമയുഗി ബ്രാഹ്മണരായ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആരാണോ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലേത് അവരാണ് ബ്രാഹ്മണരാകുന്നത്. ബ്രാഹ്മണരായ നിങ്ങൾ എത്ര കുറച്ചു പേരാണ്. ലോകത്തിലാണെങ്കിൽ പലതരത്തിലുള്ള അനേകം ജാതികളുണ്ട്. ലോകത്തിൽ എത്ര ധർമ്മവും എത്ര ഭാഷകളുമുണ്ട് എന്ന് അറിയാൻ കഴിയുന്ന ഒരു പുസ്തകം തീർച്ചയായും ഉണ്ടാകും. നിങ്ങൾക്കറിയാം, ഇവയെല്ലാം ഉണ്ടായിരിക്കുകയില്ല. സത്യയുഗത്തിലാണെങ്കിൽ ഒരു ധർമ്മവും ഒരു ഭാഷയും തന്നെയാണ് ഉണ്ടായിരുന്നത്. സൃഷ്ടിചക്രത്തെ നിങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഭാഷകളെക്കുറിച്ചും അറിയുവാൻ സാധിക്കും ഇവയെല്ലാം ഉണ്ടായിരിക്കുകയില്ല എന്ന്. ഇത്രയും പേർ എല്ലാം ശാന്തിധാമത്തിലേക്ക് പോകും. ഈ സൃഷ്ടിയുടെ ജ്ഞാനം ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. ഏതെങ്കിലും വലിയ വ്യക്തികളിൽ നിന്നും ഒപ്പീനിയൻ എടുക്കുന്നതും അതിനാലാണ്. കാരണം പ്രശസ്തമാണ്. ശബ്ദം വ്യാപിപ്പിക്കും. ആഹാ, പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ആണ് ഓപ്പണിംഗ് നടത്തിയത്. ഈ ബാബയാണ് പോകുന്നതെങ്കിൽ
പരംപിത പരമാത്മാവാണ് ഓപ്പണിംഗ് നടത്തിയത് എന്ന് മനുഷ്യർ മനസ്സിലാക്കില്ല, അംഗീകരിക്കുകയുമില്ല. ഏതെങ്കിലും വലിയ വ്യക്തിയോ കമ്മീഷണറോ മറ്റോ വരികയാണ് എങ്കിൽ അയാളുടെ പിന്നാലെ മറ്റുള്ളവർ ഓടും. ഈ ഒന്നിൻ്റെ പിന്നാലെ ആരും തന്നെ ഓടുകയില്ല. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണരായ കുട്ടികൾ വളരെ കുറച്ചു പേരാണ്. എപ്പോഴാണോ മെജോറിറ്റി ആകുന്നത് അപ്പോൾ മനസ്സിലാക്കും. ഇപ്പോൾ അഥവാ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ബാബയുടെ അടുക്കൽ ഓടുമായിരുന്നേനെ. ഒരാൾ കുട്ടിയോട് പറഞ്ഞിരുന്നു, ആരാണോ നിങ്ങളെ ഇത് പഠിപ്പിച്ചത്, എന്തുകൊണ്ട് നമുക്ക് ആ ഒന്നിൻ്റെ അടുക്കൽ പൊയ്ക്കൂടാ? പക്ഷേ സൂചിയിൽ തുരുമ്പ് കയറിയിരിക്കുകയാണ് എങ്കിൽ കാന്തത്തിൻ്റെ ആകർഷണം എങ്ങനെയുണ്ടാകും? തുരുമ്പ് പൂർണ്ണമായി മാറണം. അപ്പോഴാണ് കാന്തത്തിന് പിടിക്കുവാൻ സാധിക്കുന്നത്. സൂചിയുടെ ഒരു കോണിലെങ്കിലും തുരുമ്പ് കയറിയിട്ടുണ്ടാകും എങ്കിൽ അത്രയും ആകർഷിക്കുകയില്ല. മുഴുവൻ തുരുമ്പും മാറണം. അതുണ്ടാകുന്നത് അവസാനമാണ്. എപ്പോഴാണോ ഇങ്ങനെയായി മാറുന്നത് അപ്പോൾ പിന്നെ ബാബയുടെ കൂടെ തിരികെ പോകും. ഇപ്പോഴാണെങ്കിൽ ചിന്തയുണ്ട്, നമ്മൾ തമോ പ്രധാനമാണ്, തുരുമ്പ് കയറിയിരിക്കുകയാണ് എന്ന്. എത്രത്തോളം ഓർമ്മിക്കുമോ അത്രയും തുരുമ്പ് വൃത്തിയായിക്കൊണ്ടിരിക്കും. പതുക്കെ പതുക്കെ തുരുമ്പ് മാറിക്കൊണ്ടിരിക്കും. തുരുമ്പ് കയറിയതും പതുക്കെ പതുക്കെയാണല്ലോ, പിന്നെ മാറുന്നതും അങ്ങനെ തന്നെ. തുരുമ്പ് എങ്ങനെ കയറിയോ അതേപോലെ വൃത്തിയാകേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ബാബയെ ഓർമ്മിക്കുകയും ചെയ്യണം. ഓർമ്മയിലൂടെ ചിലരുടെ തുരുമ്പ് കൂടുതൽ മാറിയിട്ടുണ്ട്, ചിലരുടേത് കുറവാണ്. എത്ര അധികം തുരുമ്പ് മാറിയിട്ടുണ്ടാകുമോ അത്രയും തന്നെ അവർ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ ആകർഷിക്കും. ഇത് വളരെ മഹീനമായ കാര്യങ്ങളാണ്. സ്ഥൂല ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയും ദിനം പ്രതിദിനം യുക്തികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. എക്സിബിഷനും മ്യൂസിയവും മറ്റും ഉണ്ടാക്കും എന്ന് മുൻപ് അറിയാമായിരുന്നില്ല. മുന്നോട്ട് പോകവേ മറ്റെന്തെങ്കിലും ഇറങ്ങും എന്നതും സംഭവ്യമാണ്. ഇപ്പോൾ സമയം കിടക്കുകയാണ്. സ്ഥാപന ഉണ്ടാകേണ്ടതുണ്ട്. ഹാർട്ട് ഫെയിലും ആകുവാൻ പാടില്ല. കർമ്മേന്ദ്രിയങ്ങളെ വശത്താക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വീണുപോകും. വികാരത്തിൽ പോയെങ്കിൽ പിന്നെ സൂചിയിൽ വളരെയധികം തുരുമ്പ് പിടിക്കും. വികാരത്തിലൂടെയാണ് കൂടുതൽ തുരുമ്പ് കയറുന്നത്. സത്യയുഗത്തിലും ത്രേതായിലും വളരെ കുറച്ചും പിന്നെ പകുതി കൽപ്പത്തിനുള്ളിൽ വളരെ വേഗത്തിലും തുരുമ്പ് കയറുന്നു, താഴെ വീണു പോകുന്നു. അതിനാൽ നിർവികാരി എന്നും വികാരി എന്നും പാടപ്പെടുന്നു. വൈസ്ലെസ്, അതായത് നിർവികാരി എന്നത് ദേവതമാരുടെ അടയാളമാണല്ലോ. ബാബു പറയുന്നു, ദേവീ ദേവതാ ധർമ്മം പ്രായേണ ലോപിച്ചു പോകുന്നു. അടയാളങ്ങളുണ്ടല്ലോ, ഏറ്റവും നല്ല അടയാളം ഈ ചിത്രമാണ്. നിങ്ങൾക്ക് ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രമെടുത്ത് പ്രദക്ഷിണം വയ്ക്കുവാൻ സാധിക്കും. കാരണം നിങ്ങൾ ഇതാകുന്നുവല്ലോ. രാവണ രാജ്യത്തിൻ്റെ വിനാശവും രാമരാജ്യത്തിൻ്റെ സ്ഥാപനയും നടക്കുന്നു. ഇത് രാമരാജ്യം, ഇത് രാവണരാജ്യം, ഇതാണ് സംഗമം. അനേകം പോയിന്റ്സ് ഉണ്ട്. ഡോക്ടർമാരുടെ ബുദ്ധിയിൽ എത്ര ഔഷധങ്ങളാണ് ഓർമ്മയുണ്ടായിരിക്കുന്നത്. വക്കീലിൻ്റെ ബുദ്ധിയിലും അനേകം പ്രകാരത്തിലുള്ള പോയിന്റ്സ് ഉണ്ട്. അനേകം ടോപ്പിക്സിൻ്റെ വളരെ നല്ല പുസ്തകം തയ്യാറാക്കുവാൻ സാധിക്കും. പിന്നീട് എപ്പോഴാണോ പ്രഭാഷണത്തിന് പോകുന്നത് അപ്പോൾ പോയിന്റ്സ് നോട്ടത്തിലൂടെ കണ്ടെത്തൂ. ഷ്രൂഡ് ബുദ്ധിയുള്ളവർ, അതായത് തീക്ഷ്ണ ബുദ്ധിയുള്ളവർ പെട്ടെന്ന് കണ്ടെത്തും. ആദ്യം എഴുതേണ്ടതാണ്,
നമ്മൾ ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിച്ചു കൊടുക്കും എന്ന് പ്രഭാഷണം ചെയ്തതിനു ശേഷവും ഓർമ്മ വരുന്നല്ലോ, ഇങ്ങനെ മനസ്സിലാക്കിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന്. ഈ പോയിന്റ്സ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിലൂടെ ബുദ്ധിയിലിരിക്കും. ടോപ്പിക്സിന്റെ ലിസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ടാകണം. പിന്നെ ഒരു ടോപ്പിക് എടുത്ത് ഉള്ളിൽ പ്രഭാഷണം നടത്തണം, അല്ലെങ്കിൽ എഴുതണം. പിന്നെ നോക്കണം എല്ലാ പോയിന്റ്സും എഴുതിയിട്ടുണ്ടോ എന്ന്. എത്ര പ്രയത്നിക്കുമോ അത്രയും നല്ലതാണ്. ബാബ മനസ്സിലാക്കുന്നുണ്ട്, ഇവർ നല്ല സർജനാണ്, ഇവരുടെ ബുദ്ധിയിൽ വളരെയധികം പോയിന്റ്സ് ഉണ്ട് എന്ന്. നിറയുമ്പോൾ സർവീസ് ഇല്ലാതെ രസം തോന്നുകയില്ല. നിങ്ങൾ എക്സിബിഷൻ നടത്തുന്നു. ചിലയിടത്തു നിന്നും 2-4 പേരും ചിലയിടത്തു നിന്നും 6-8 പേരും വരുന്നു. ചിലയിടത്താണെങ്കിൽ ഒരാൾ പോലും വരുന്നില്ല. ആയിരങ്ങൾ കണ്ടു, വരുന്നത് എത്ര കുറച്ചാണ്. അതിനാൽ ഇപ്പോൾ വലിയ വലിയ ചിത്രങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സമർത്ഥരായിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ വ്യക്തികളുടെ അവസ്ഥ എന്താണ്, അതും നിങ്ങൾ കാണുന്നുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. പരിശോധിക്കണം, ആർക്കാണ് ഈ നോളജ് നൽകേണ്ടത്. എൻ്റെ ഭക്തരാണോ എന്ന് നാടി നോക്കേണ്ടതാണ്. ഗീത പഠിക്കുന്നവർക്ക് മുഖ്യമായ ഒരേ ഒരു കാര്യം മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഭഗവാൻ എന്ന് ഉയർന്നതിലും ഉയർന്ന ഒന്നിനെ തന്നെയാണ് പറയുന്നത്. ആ ഒന്ന് നിരാകാരമാണ്. ഏതൊരു ദേഹധാരിയായ മനുഷ്യനെയും ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ മുഴുവൻ അറിവും വന്നു കഴിഞ്ഞു. സന്യാസിമാരും വീടിൻ്റെ സന്യാസം ചെയ്ത് ഓടിപ്പോകുന്നു. ചിലർ ബ്രഹ്മചാരിയായി തന്നെ പോകുന്നു. ചിലർ അടുത്ത ജന്മത്തിലും അങ്ങനെ തന്നെ ആയിരിക്കുന്നു. ജന്മമാണെങ്കിൽ തീർച്ചയായും മാതാവിൻ്റെ ഗർഭത്തിലൂടെ തന്നെ എടുക്കുന്നു. വിവാഹം ചെയ്തിട്ടില്ലാത്തതുവരെയും ബന്ധനമുക്തമാണ്. ഇത്രയും ബന്ധുക്കളോ മറ്റോ ഓർമ്മ വരില്ല. വിവാഹം ചെയ്തുവെങ്കിൽ പിന്നെ സംബന്ധം ഓർമ്മ വരും. സമയമെടുക്കുന്നു. പെട്ടെന്ന് ബന്ധനമുക്തമാകുന്നില്ല. സ്വന്തം ജീവിത കഥ എല്ലാവരും അറിയുന്നുണ്ട്. സന്യാസിമാരും ആദ്യം തങ്ങൾ ഗൃഹസ്ഥയായിരുന്നുവെന്നും പിന്നീട് സന്യാസം ചെയ്തു എന്നും മനസ്സിലാക്കുന്നുണ്ടാകും. നിങ്ങളുടേതാണ് വലിയ സന്യാസം, അതിനാൽ പ്രയത്നമുണ്ടാകുന്നു. ആ സന്യാസിമാർ ഭസ്മം പൂശുന്നു, തല മുണ്ടനം ചെയ്യുന്നു, വേഷം മാറുന്നു. നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയാണെങ്കിൽ വേഷം മാറുന്നതിൻ്റെ പോലും കാര്യമില്ല. നിങ്ങൾ വെള്ള സാരി ധരിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഇതാണെങ്കിൽ ബുദ്ധിയുടെ ജ്ഞാനമാണ്. നമ്മൾ ആത്മാക്കളാണ്. ബാബയെ ഓർമ്മിക്കണം. ഇതിലൂടെ തന്നെയാണ് തുരുമ്പ് മാറുന്നത്. നമ്മൾ സദോ പ്രധാനമാവുകയും ചെയ്യും. തിരികെ സർവർക്കും പോകേണ്ടതുണ്ട്. ചിലർ യോഗബലത്തിലൂടെ പാവനമാകും, ചിലർ ശിക്ഷ അനുഭവിച്ചു പോകും. കുട്ടികളായ നിങ്ങൾക്ക് തുരുമ്പ് മാറ്റുന്നതിന് തന്നെയാണ് പ്രയത്നം ചെയ്യേണ്ടി വരുന്നത്. അതിനാൽ ഇതിനെ യോഗ അഗ്നി എന്നും പറയുന്നു. അഗ്നിയിലൂടെ പാപം ഭസ്മമാകുന്നു, നിങ്ങൾ പവിത്രമാകും. കാമചിതയെയും അഗ്നി എന്ന് പറയുന്നു. കാമ അഗ്നിയിൽ എരിഞ്ഞ് കറുത്തുപോയി. ഇപ്പോൾ ബാബ പറയുന്നു, വെളുത്തവരാകൂ. ഈ കാര്യങ്ങൾ ബ്രാഹ്മണരായ നിങ്ങളിലല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിൽ ഇരിക്കുക സാധ്യമല്ല. ഈ കാര്യങ്ങൾ തന്നെ വേറിട്ടതാണ്. നിങ്ങളോട് പറയുന്നു, ഇവർ ശാസ്ത്രങ്ങൾ പോലും അംഗീകരിക്കുന്നില്ല, നാസ്തികരായിരിക്കുന്നു എന്ന്. പറയൂ, ശാസ്ത്രങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ ബാബ ജ്ഞാനം നൽകി. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. ഭഗവാൻ ഉവാച, വേദം, ഉപനിഷത്ത് തുടങ്ങിയവ പഠിക്കുന്നതിലൂടെ, ദാനപുണ്യങ്ങളും മറ്റും ചെയ്യുന്നതിലൂടെ ആർക്കും എന്നെ പ്രാപ്തമാക്കുവാൻ കഴിയുന്നില്ല. എന്നിലൂടെ തന്നെയാണ് എന്നെ പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നത്.
ബാബ തന്നെ വന്ന് യോഗ്യനാക്കുന്നു. ആത്മാവിൽ തുരുമ്പ് കയറിയിരിക്കുന്നു. അപ്പോൾ ബാബയെ വിളിക്കുന്നു, വന്ന് പാവനമാക്കി മാറ്റൂ എന്ന്. ആത്മാവ് തമോ പ്രധാനമായിരിക്കുന്നു. അതിനെ സദോ പ്രധാനമാക്കണം. തമോ പ്രധാനത്തിൽ നിന്നും തമോ, രജോ, സദോ, പിന്നെ സദോ പ്രധാനം ആകണം. അഥവാ ഇടയിൽ വെച്ച് കുഴപ്പങ്ങൾ ഉണ്ടായി എങ്കിൽ തുരുമ്പ് കയറും. ബാബ നമ്മെ ഇത്രയും ഉയർന്നതാക്കി മാറ്റുന്നു. അപ്പോൾ ആ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. വിദേശത്തും പഠിക്കുന്നതിനു വേണ്ടി സന്തോഷത്തോടെ പോകുന്നുവല്ലോ. ഇപ്പോൾ നിങ്ങൾ എത്ര വിവേകശാലികളാകുന്നു. കലിയുഗത്തിൽ എത്ര തമോ പ്രധാനവും അവിവേകിയും ആകുന്നു. എത്ര സ്നേഹിച്ചാലും അത്രയും കൂടുതൽ എതിരിടുന്നു. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ രാജധാനി സ്ഥാപിതമാകുന്നു. ആര് നല്ല രീതിയിൽ പഠിക്കുമോ, ഓർമ്മയിലിരിക്കുമോ, അവർ നല്ല പദവി നേടും. സാപ്ലിംഗ് ഭാരതത്തിൽ തന്നെയാണ് നടുന്നത്. ദിനം പ്രതിദിനം പത്രങ്ങളിലൂടെയും മറ്റും നിങ്ങളുടെ പേര് പ്രശസ്തമായി കൊണ്ടിരിക്കും. പത്രങ്ങൾ എല്ലാ ഭാഗത്തേക്കും പോകുന്നു. അതേ പത്രം ചിലപ്പോൾ നോക്കൂ നല്ലതിടും, ചിലപ്പോൾ മോശവും. കാരണം അവരും കേട്ട് കേൾവി അനുസരിച്ചാണല്ലോ നടക്കുന്നത്. ആരെന്ത് കേൾപ്പിച്ചുവോ അതെഴുതും. കേട്ട് കേൾവി അനുസരിച്ച് വളരെ പേർ നടക്കുന്നു. അതിനെ പരമത് എന്ന് പറയുന്നു. പരമത് ആസുരീയ മതമായി. ബാബയുടേതാണ് ശ്രീമത്. ആരെങ്കിലും തലകീഴായ കാര്യം പറഞ്ഞുവെങ്കിൽ കഴിഞ്ഞു. വരുന്നത് തന്നെ ഉപേക്ഷിക്കുന്നു. ആരാണോ സർവീസിലിരിക്കുന്നത് അവർക്ക് എല്ലാം അറിയാമായിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഏതെല്ലാം സേവനം ചെയ്യുന്നുവോ ഇതാണ് നമ്പർ 1 സേവനം. ഇവിടെ നിങ്ങൾ സേവനം ചെയ്യുന്നു, അവിടെ ഫലം ലഭിക്കുന്നു. കർത്തവ്യമാണെങ്കിൽ ഇവിടെ ബാബയോടൊപ്പം ചെയ്യുന്നുവല്ലോ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആത്മാവാകുന്ന സൂചിയിൽ തുരുമ്പ് കയറിയിരിക്കുന്നു. അതിനെ യോഗബലത്തിലൂടെ മാറ്റി സദോ പ്രധാനം ആകുന്നതിൻ്റെ പ്രയത്നം ചെയ്യണം. ഒരിക്കലും കേട്ട് കേൾവിയുടെ കാര്യങ്ങളനുസരിച്ച് നടന്ന് പഠനം ഉപേക്ഷിക്കരുത്. ബുദ്ധിയെ ജ്ഞാനത്തിൻ്റെ പോയിന്റ്സിനാൽ നിറച്ച് സർവീസ് ചെയ്യണം. നാടി നോക്കി ജ്ഞാനം നൽകണം. വളരെയധികം തീക്ഷ്ണ ബുദ്ധിയാകണം. വരദാനം: ആദി സ്വരൂപത്തിൻ്റെയും അനാദി സ്വരൂപത്തിൻ്റെയും സ്മൃതിയിലൂടെ തൻ്റെ നിജ സ്വധർമ്മത്തെ സ്വായത്തമാക്കുന്ന പവിത്രവും യോഗിയുമായി ഭവിക്കട്ടെ. ബ്രാഹ്മണരുടെ നിജ സ്വധർമ്മം പവിത്രതയാണ്. അപവിത്രത പരധർമ്മമാണ്. ഏതൊരു പവിത്രതയെ സ്വായത്തമാക്കുന്നത് ലോകർ പ്രയാസമായി മനസ്സിലാക്കുന്നു, അത് കുട്ടികളായ താങ്കൾക്ക് അതിസഹജമാണ്. കാരണം സ്മൃതി വന്നു. നമ്മുടെ വാസ്തവിക ആത്മസ്വരൂപം സദാ പവിത്രമാണ്. അനാദി സ്വരൂപം പവിത്ര ആത്മാവാണ്. ആദി സ്വരൂപം പവിത്ര ദേവതയാണ്. ഇപ്പോഴുള്ള അന്തിമ ജന്മവും പവിത്ര ബ്രാഹ്മണ ജീവിതമാണ്. അതിനാൽ പവിത്രത തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റി. ആരാണോ പവിത്രം അവർ തന്നെയാണ് യോഗി. സ്ലോഗൻ: സഹജ യോഗിയാണ് എന്ന് പറഞ്ഞ് അലക്ഷ്യം കൊണ്ടുവരരുത്. ശക്തി രൂപമാകൂ. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന പ്രകാശബിന്ദുവായ ആത്മാവിൽ മനസ്സും ബുദ്ധിയും സ്ഥിരമാക്കി പ്രിയപ്പെട്ട ബാബയെ ഏകാഗ്രതയോടെ ഓർമ്മിക്കുമ്പോൾ ബാബയിൽ നിന്നും
പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെ കിരണങ്ങൾ എനിക്ക് പ്രാപ്തമായി കൊണ്ടിരിക്കുന്നു. ഈശ്വരീയ സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയുന്നു. പരിധിയുള്ള മോഹമമത്വങ്ങൾ സാരരഹിതമാക്കുന്ന അനുഭവം വരുത്തുന്ന ഈ ഈശ്വരീയ സ്നേഹം എത്ര ഉയർന്നതും ദിവ്യവും തൃപ്തി നൽകുന്നതുമാണ്. സ്നേഹസാഗരത്തിൽ നിന്നും ഒരു തുള്ളി സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന അന്യ ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ സ്നേഹം ദാനം ചെയ്യുകയാണ്. പ്രകൃതിയിലെ സൂര്യൻ സകാശിലൂടെ അന്ധകാരത്തെ അകറ്റി വെളിച്ചം വരുത്തുന്നത് പോലെ ആ ആത്മാക്കൾക്ക് നൽകി അവരെയും ഈശ്വരീയ സ്നേഹത്താൽ തൃപ്ത ആത്മാവാക്കി മാറ്റുകയാണ്.